السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹു വിരോധിച്ച നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പിന്തുടരുന്ന സത്യവിശ്വാസികളായി തീരണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധമാക്കിയ ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ വർഷിക്കുന്ന അസുലഭങ്ങളായ അവസരങ്ങളാണിവ. ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാനും ആ പ്രതിഫലം കരസ്ഥമാക്കുവാനുമുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയതിൽ നമ്മളെല്ലാവരും അള്ളാഹുവിനെ സ്തുതിക്കണം. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് ആരംഭം കുറിക്കുന്ന ദിവസങ്ങളിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ദുൽഹജ്ജ് 8 യൗമു തർവിയ, അതേമാതിരി ദുൽഹജ്ജ് 9 അറഫയിൽ യൗമു അറഫ, ദുൽഹജ്ജ് 10 യൗമുൻ നഹർ അഥവാ യൗമുൽ അദ്ഹ, ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ സുദിനം, ദുൽഹജ്ജ് 11, 12, 13 അയ്യാമു തശ്രീഖ്. ഇങ്ങനെ ഈ ദിവസങ്ങൾക്കെല്ലാം തന്നെ പ്രത്യേകം ഓരോ നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുൽഹജ്ജ് 8 യൗമു തർവിയ എന്നും, അഥവാ ഹജ്ജിമാർ ഹജ്ജിന് ഇഹ്റാം കെട്ടുന്ന ദിവസമാണത്. ദുൽഹജ്ജ് 9 യൗമു അറഫ ദിവസം, ദുൽഹജ്ജ് 10 യൗമുൻ നഹർ ബലി പെരുന്നാൾ ദിവസം, ദുൽഹജ്ജ് 11, 12, 13 അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങൾ എന്നാണ്. ദുൽഹജ്ജ് 8 എല്ലാ ഹാജിമാരും അവരുടെ താമസ സ്ഥലത്ത് വെച്ച് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അള്ളാഹുവെ നിൻ്റെ ഹജ്ജിനുള്ള വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇഹ്റാം പ്രവേശിച്ചതിന് ശേഷം മിനായിലേക്ക് പാർക്കാൻ വേണ്ടി പോകുന്ന ദിവസമാണ്. പിറ്റേന്ന് ദുൽഹജ്ജ് 9 അറഫയിൽ നിൽക്കേണ്ട ദിവസമാണ്, പ്രഭാതം മുതൽ പ്രദോഷം വരെ. അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അവർ മശ്അറുൽ ഹറാം മുസ്ദലിഫയിലേക്ക് പ്രയാണം ചെയ്യുകയും അവിടെ രാത്രി താമസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദുൽഹജ്ജ് 10 ഹാജിമാർക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. അന്ന് ജംറകളിൽ കല്ലെറിയേണ്ടതുണ്ട്, ജംറത്തുൽ അഖബയിൽ കല്ലെറിയേണ്ടതുണ്ട്, തവാഫ് ചെയ്യേണ്ടതുണ്ട്, സഅയ് ചെയ്യേണ്ടതുണ്ട്, മുടി കളയേണ്ടതുണ്ട്, ബലിമൃഗത്തെ അറുക്കേണ്ടതുണ്ട്. തുടർന്ന് ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിൽ 3 ദിവസം
കല്ല് എറിയേണ്ടതുണ്ട് 3 ജംറകളിൽ. ഇങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കർമ്മം അറഫയിലെ നൃത്തമാണ് എന്നാണ്. സൂറത്ത് ബുറൂജിൽ പറയുന്നുണ്ട്, വ ഷാഹിദിൻ വ മഷ്ഹൂദ്, ഒരു സാക്ഷ്യം വഹിക്കപ്പെടുന്നതും. ഇതിനെക്കുറിച്ച് ഇമാം തുർമുദിൻ്റെ ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, അൽ യൗമുൽ മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം അത് അറഫയാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. മൻ ജാഅ ലൈലത ജംഇൻ ഖബല തുലുൽ ഫജ്ർ ഫഖദ് അദ്റകൽ ഹജ്ജ്, ആരെങ്കിലും അറഫ ദിവസം മഗ്രിബിൻ്റെ മുമ്പ്, അറഫ ദിവസം അറഫയിലെ മുസ്ദലിഫയിൽ ലൈലത ജംഇൻ, മുസ്ദലിഫയിൽ രാത് പാർക്കുന്ന ദിവസം നേരം പുലരുന്നതിന് മുമ്പായിട്ട് അവന് വരാൻ സാധിച്ചാൽ അവന് ഹജ്ജ് ലഭിച്ചു എന്ന് കാണാം. അപ്പം ഏതുകൊണ്ടും വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ് അറഫ ദിനം എന്നത്. ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി അറഫ മാറുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് ആളുകൾ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ വേഷക്കാർ, വ്യത്യസ്ത വർണ്ണക്കാർ, വ്യത്യസ്ത സംസ്കാരമുള്ള ആളുകൾ എല്ലാവരും അറഫ മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ്. യാതൊരു വ്യത്യാസമില്ലാതെ വെളുത്തവനും കറുത്തവനും തമ്മിൽ, അതേമാതിരി സ്ത്രീയും പുരുഷനും തമ്മിൽ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ വ്യത്യാസമില്ലാതെ, പരസ്പര പകയും അസൂയയും ഒന്നും ഇല്ലാതെ അവർ ഒരുമിച്ച് കൂടിയാണ്. അവർ ധരിച്ചിരുന്ന ആഢ്യത്തിൻ്റെ വസ്ത്രങ്ങളുണ്ടല്ലോ, രാജാവ് വന്നാൽ രാജകീയ വസ്ത്രങ്ങളുണ്ട്, മതപുരോഹിതന്മാരുടെ വസ്ത്രങ്ങളുണ്ട്, വ്യത്യസ്ത ആളുകൾ അറിയപ്പെടാനുള്ള വ്യത്യസ്ത വസ്ത്രങ്ങളുണ്ട്. അതെല്ലാം അയച്ചു വെച്ചുകൊണ്ട് വെറും 2 വസ്ത്രം മാത്രം ഉടുക്കുകയാണ് പുരുഷന്മാർ, അല്ലേ? എളിമയുടെ താഴ്മയുടെ തൂവള്ള വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന പതാകയ്ക്ക് കീഴിൽ തൽബിയത്തിന് മുദ്രാവാക്യങ്ങൾ മുഴക്കിയും കൊണ്ട് അറഫ താഴ്വരയിൽ അവർ ഒരുമിച്ച് കൂടിയാണ്. അറഫ മലയും താഴ്വരയും ജനങ്ങളെ കൊണ്ട് വീർപ്പുമുട്ടുന്ന ദിവസമാണ് അറഫ ദിനം, ദുൽഹജ്ജ് 9. അവരുടെ മനസ്സിൽ ഒരേ ലക്ഷ്യം, നാവിൽ ഒരേ മന്ത്രമാണ്. യാതൊരു മറവുമില്ലാതെ ഓരോ ഹാജിയും അറഫ മൈതാനത്ത് വന്ന് അറഫയുടെ ഓരോ കോണിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനിതര സാധാരണമാണ്. അള്ളാഹുവും അവനും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. അള്ളാഹു 1ാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അമ്മാ വഖൂഫുക അഷിയ്യത അറഫ ഫൈനല്ലാഹ യഹ്ബിതു ഇലസ്സമായി ദുനിയ സുമ്മ യുബാഹി ബികുൽ മലായിക. അറഫ ദിവസത്തിൽ നിൻ്റെ ആ നൃത്തമുണ്ടല്ലോ, അത് അള്ളാഹു 1ാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന് മലക്കുകളോട് ഈ സമൂഹത്തെ കാണിച്ചുകൊണ്ട് ഉറ്റം കൊള്ളുകയാണ്. മാ മിൻ യൗമിൻ അക്സറ മിൻ അയ്യുഅതികല്ലാഹു ഫിയാ അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ അള്ളാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ വിമോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല. വൈനഹു ലയദ്നു, അന്ന് അള്ളാഹു ആകാശത്തിൻ്റെ 1ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നുവെന്ന് ഹദീസിൽ കാണാം. ഹാജിമാരുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. അഫീലു ഇബാദി ഫഖദ് ഗഫർതു ലക്കും വലിമൻ ഷഫാത്ത്. എൻ്റെ അടിയാന്മാർക്ക് ഇതാ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, മാത്രമല്ല അവർ ആർക്കാണോ ശുപാർശ നടത്തുന്നത് അവരുടെയും പാപങ്ങൾ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു അവർക്ക് ഓഫറായിട്ട് നൽകിയാണ്, പാപവിമോചനം, അല്ലേ? ഇതുപോലെയുള്ള ഒരു അറഫ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൻ ലക്ഷക്കണക്കിന് അനുയായി വൃന്ദത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയുണ്ടായി എന്നാണ്. സാധാരണ രാഷ്ട്രത്തലവന്മാരും നേതാക്കന്മാരും ഒക്കെ പ്രസംഗിക്കുമ്പോൾ അവരുടെ ആ കാലഘട്ടത്തിൽ സജീവമായ വിഷയങ്ങളിലാണ് പ്രതികരിക്കാറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പൂർണ്ണ വിശ്വാസികളായ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചത് അവരെ മാത്രം പ്രതിപാദിക്കുന്ന വിഷയങ്ങളല്ല, ലോകാവസാനം വരുന്ന മനുഷ്യരെ മുഴുവനും ബാധിക്കുന്ന വിഷയങ്ങളിലുള്ള പ്രഖ്യാപനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് നടത്തിയിരിക്കുന്നത്. പ്രവാചകൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും ഓരോ വചനങ്ങളും അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, ഇന്നമാ ദിമാഉക്കും വഅംവാലുക്കും വഅറാദുക്കും ഹറാമുൻ അലൈക്കും.
തീർച്ചയായിട്ടും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവും പരിശുദ്ധമാണ്, പവിത്രമാണ്. ഈ ദിവസത്തിനുള്ള പവിത്രത പോലെ, ഈ മാസത്തിനും ഈ രാജ്യത്തിനുമുള്ള പവിത്രത പോലെ അതിന് നിങ്ങൾ ക്ഷതം വരുത്തരുത് എന്നാണ്. അന്യൻ്റെ രക്തം ചിന്തരുത്, അന്യൻ്റെ ധനം അപഹരിക്കരുത്, അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തരുത് എന്നുള്ള പ്രഖ്യാപനം. ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം സ്ത്രീകളാണ്. സ്ത്രീ പീഡനവും മാനഭംഗവും ബലാത്സംഗവും ഒക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണിന്ന്. ലോകാവസാനം വരെ ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ പ്രവാചകൻ അന്ന് ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നു. അലാ വസ്തൗസൂ ബിന്നിസായ ഖൈറൻ, നിങ്ങൾ സ്ത്രീകളോട് നന്മ പ്രവർത്തിക്കണം. ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം സ്ത്രീകളുടെ വിഷയത്തിൽ. അവർ നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരാണ്, നിങ്ങളുടെ ആശ്രിതരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം, നന്ദി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനം നൽകി. ഏത് കാലഘട്ടത്തിലാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പെൺകുഞ്ഞുണ്ടായതിൻ്റെ അപമാനഭാരത്തിൽ സമൂഹത്തിൽ നിന്നും ഉൾവളിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ ആരും കാണാതെ കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനം കൊണ്ട് പടുത്തുയർത്തി ആ സ്ത്രീയെ പ്രവാചകൻ ഉയർത്തി കൊണ്ടുവന്നു. ആരായി മാറി? ഉമ്മൻ മുറബ്ബിയ വ ഉഖ്തൻ മുകറമ വ സൗജതൻ സാലിഹ വ ബിൻതൻ താഹിറ. അങ്ങനെ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ടിരുന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവൾ വാത്സല്യനിധിയായ മാതാവായി മാറി, പരിശുദ്ധയായ ഒരു മകളായി മാറി, ആദരണീയമായ ഒരു സഹോദരിയായി മാറി, പതിവ്രതയായ ഒരു പത്നിയായി, ഭാര്യയായി മാറി. അങ്ങനെ മഹത്തായ സ്ഥാനങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകേണ്ടതിന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. ഇന്നമ റിജാലു ഷഖായിക്കു നിസായ, പുരുഷൻ പൂർണ്ണമാകുന്നത്, പുരുഷൻ്റെ പാതി, ബെറ്റർ ഹാഫ് അത് സ്ത്രീകളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അവൻ്റെ നല്ല പാതി അത് സ്ത്രീകളാണ് എന്ന് പറഞ്ഞു. പുരുഷൻ പൂർണ്ണമാവണമെങ്കിൽ അവൻ്റെ ഒരു പാതിയായി സ്ത്രീ ഉണ്ടാവണം എന്നർത്ഥം. അവർക്ക് അവളുടെ മാന്യതയ്ക്ക് നിരക്കുന്ന എല്ലാ അവകാശങ്ങളും ഇസ്ലാം വകവെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ സ്ത്രീയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവാചകൻ സംസാരിക്കുന്നു. പിന്നീട് പ്രവാചകൻ പ്രഖ്യാപിച്ചത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ പാപ്പറാക്കുന്ന പലിശയെക്കുറിച്ചാണ്. ഒന്ന റിബൽ ജാഹിലിയത്തി മൗലൂൻ, ജാഹിലിയ കാലത്തെ എല്ലാ പലിശകളും ഞാനിതാ നിഷിദ്ധമാക്കുന്നു. വലാക്കിന്നലക്കും റൂസ് ഔവാലിക്കും, നിങ്ങൾ കൊടുത്തതിനെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. അതിന് പലിശയും വട്ടിപ്പലിശയും അധിക പലിശയും അമിത പലിശയും ഒന്നും ഈടാക്കരുത്. ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ, നിങ്ങൾ ആരെയും ആക്രമിക്കരുത്, നിങ്ങൾ ആരും ആക്രമിക്കാൻ പാടില്ല. ഫൈന അവ്വല റിവ അബ്ദ ഉബി അമ്മി അൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ ആദ്യമായി നിഷിദ്ധമാക്കുന്ന പലിശ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ പലിശയാകുന്നു, എൻ്റെ പിതൃവ്യനായിട്ടുള്ള എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. നമുക്കിന്നറിയാം, ബാങ്കിന്ന് നിർബന്ധ സാഹചര്യത്തിൽ പലിശ വാങ്ങിയിട്ട് അത് കൂട്ടുപലിശയായിട്ട് തിരിച്ചടക്കാൻ കഴിയാതെ ബാങ്ക് ജപ്തി ചെയ്തു പോകുന്നൊരവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ഇന്നുണ്ട്, അല്ലേ? ബാങ്കിൽ നിന്ന് തന്നെ ജപ്തി നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം നൽകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം വളരെയധികം അർത്ഥവത്താണ്. അഥവാ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യൻ്റെ ആവശ്യത്തെ ചൂഷണം ചെയ്യുന്ന പലിശ നിങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് മുസ്ലിം ഉമ്മത്തിനെ ഉണർത്തുകയാണ് പ്രവാചകൻ. അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, അയ്യന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വൈന്ന അബാക്കും വാഹിദ് കുല്ലുക്കുല്ലി ആദം ആദം മിൻ തുറാബ്. നിങ്ങളുടെ പിതാവൊന്നാണ്, നിങ്ങളുടെ പിതാവൊന്നാണ്, നിങ്ങളുടെ ഖിബില ഒന്നാണ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്, എല്ലാവരും മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ തഖ്വയുള്ളവനാണ്. വലൈസലി അറബിയൻ അല അജമിയൻ ഫദ്ലുൻ ഇല്ലാ ബിത്തഖ്വ, ഒരു അറബിക്ക് അറബിയേക്കാൾ യാതൊരു ശ്രേഷ്ഠതയുമില്ല തഖ്വ കൊണ്ടല്ലാതെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗോത്ര കുലമഹിമകളും പ്രവാചകൻ അവിടെ കുഴിച്ചു മൂടുകയാണ്. അതുപോലെ തന്നെ മത തീവ്രവാദത്തെ പ്രവാചകൻ എതിർക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജംറകൾ എറിയാൻ വേണ്ടി കല്ല് ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കുറച്ച് വലിയ കല്ലുകൾ ആളുകൾ കൊണ്ടുകൊടുത്തപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇതല്ല, കടലമണിയോളം വലുപ്പമുള്ള കല്ലുകളാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇയ്യാക്കും വൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങൾ സൂക്ഷിക്കണം, മതത്തിൽ നിങ്ങൾ അമിതം പ്രവർത്തിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന്നഹു അഹ്ലക മൻ കാന ഖബലക്കും, തീർച്ചയായും നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ നശിച്ചത്
അൽ ഗുലുവ ഫിദ്ദീൻ, ദീനിൽ ഉള്ള ഈ അമിതമായ തീവ്രത കൊണ്ടാണ് അവർ നശിച്ചു പോയത് എന്നാണ്. നമുക്കറിയുന്ന മതത്തിൻ്റെ പേര് പറഞ്ഞ് നിരപരാധികളെ കൊന്നൊടുക്കുന്നൊരു കാലഘട്ടമാണ്. ഇവർക്ക് ആരാണ് ഇതിൽ കൊന്നൊടുക്കാനുള്ള അനുവാദം നൽകിയത്? ഇസ്ലാം ഇത്തരം അനുവാദം നൽകിയിട്ടില്ല എന്നാണ്. പരലോകത്ത് വെച്ച് ആദ്യമായി അള്ളാഹു വിചാരണ നടത്തുന്നത് ഇത്തരം അതിക്രമങ്ങളും ഇത്തരം കൊലപാതകങ്ങളുമാണ് എന്ന് ഹദീസിൽ കാണാം. അവ്വലുമായി യുഖ്ലാ ബൈനന്നാസി ഫിദ്ദിമാ, ആദ്യമായി ജനങ്ങൾക്കിടയിൽ അള്ളാഹു വിചാരണ നടത്തുന്നത് അവർ പരസ്പരമുള്ള ഈ രക്തത്തിലുണ്ടാകുന്ന അവകാശങ്ങളാണ്. കൊല്ല ചെയ്തത്, ആക്രമിച്ചത്, അതാണ് എന്നാണ്. അതിനാൽ നമ്മൾ ഈ സമകാലീന യുഗത്തിൽ ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയുണ്ടായി, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. ഇതാ നിങ്ങളിൽ രണ്ട് കാര്യം ഞാൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒന്ന് അള്ളാഹുവിൻ്റെ ഖുർആനാണ്, മറ്റൊന്ന് എൻ്റെ ചര്യയാണ്. നിങ്ങൾ ഭിന്നിക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ മടങ്ങി ഇതിലെങ്ങനെയാണോ പറയുന്നത് അങ്ങനെ അത് സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായാൽ നിങ്ങൾ ഒന്നിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, അലാഹൽ ബല്ലഗത്തു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അപ്പോൾ സഹാബികൾ പറഞ്ഞു ഒന്നടങ്കം അതേ പ്രവാചകരെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അലാഫൽ യുബല്ലിഗ് ഷാഹിദൽ ഗായിബ്, ഇത് ലഭിച്ച ആളുകൾ ലഭിക്കാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. പ്രവാചകൻ്റെ ഈ അന്ത്യോപദേശം അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും പ്രബോധനം നടത്തുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇതേമാതിരി നമ്മൾ മനസ്സിലാക്കുക, ഹജ്ജിൻ്റെ ഈ പുണ്യവും ഈ മാസത്തിൻ്റെ പുണ്യവും ഒക്കെ തന്നെ അത് ഹാജിമാരിൽ മാത്രം പരിമിതമല്ല, മറിച്ച് ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് അതിൻ്റെ പുണ്യവും അതിൻ്റെ പ്രാധാന്യവും ഉൾക്കൊള്ളുവാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് ഉളുഹിയത്തിൽ പങ്കുചേരുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ തയ്യാറായതിന് സ്മരണ പുതുക്കുന്ന ഉളുഹിയത്തിൽ പങ്കുചേർന്നുകൊണ്ട് അതിൻ്റെ പുണ്യം കരസ്ഥമാക്കുക. അതുപോലെ തന്നെ അറഫാ ദിനത്തിലുള്ള വ്രതമനുഷ്ഠിക്കുക. ആ വ്രതത്തിലൂടെയുള്ള പാപവിമുക്തി എന്നുള്ളതാണ്. മൻ സാമയോമ അറഫ ഉഫുറലഹു സനത്തൻ അമാമഹു വസനത്തൻ ബാദഹു. ആരെങ്കിലും അറഫാ ദിനം നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ മുമ്പുള്ള ഒരു വർഷത്തെയും ശേഷമുള്ള ഒരു ദിവസത്തെയും പാപങ്ങൾ പൊറുത്തു കിട്ടുന്ന 2 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പ്രവർത്തനമാണ് അറഫ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യം ആ അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഈ പുണ്യത്തിൽ പങ്കുചേരാൻ ലോകത്തെമ്പാടുള്ള മുസ്ലിങ്ങൾക്ക് അള്ളാഹു അവസരം നൽകുകയാണ്. അതുപോലെ തന്നെ ഉളുഹിയർത്തർത്ത്, അതുപോലെ തന്നെ പ്രത്യേകമായ തഹ്ലീലുകളും തസ്ബീഹുകളും തക്ബീറുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആ അറഫ, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഖൈറു മാ കുന്തു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള ഉത്തമമായ പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇതുപോലെയുള്ള ഒട്ടനേകം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, ദിക്റുകൾ ചെല്ലുക, ദുആകൾ ചെല്ലുക, ഖുർആൻ പാരായണം നടത്തുക. അങ്ങനെ ഈ പുണ്യത്തിൻ്റെ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം നാം ഉൾക്കൊള്ളുക, അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുക. ഇത്തരം കർമ്മങ്ങളിലൂടെ തഖ്വ മനസ്സിൽ സംശീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ കർമ്മങ്ങളുടെ ഹാജിമാർക്കും അതേമാതിരി മറ്റുള്ളവർക്കും ഒക്കെ തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമാക്കുവാനും തഖ്വ സംശീകരിക്കാനും കഴിയണം. അതാണ് സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. നിങ്ങൾ യാത്രാഭക്ഷണം കരുതണമെന്ന് ഹാജിമാരോട് പറഞ്ഞിട്ട് പറയുന്നു, ഫഇന്ന ഖൈറസ്സാദ്, നിങ്ങൾ ശേഖരിക്കുന്ന യാത്രാഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് അത്തഖ്വ, നിങ്ങളുടെ മനസ്സിൽ സംശീകരിക്കുന്ന, മനസ്സിൽ നിങ്ങൾ കേന്ദ്രീകരിക്കുന്ന അള്ളാഹുവിനോടുള്ള ഭക്തിയും പേടിയും ഭയവുമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നന്മ പ്രവർത്തിക്കാനുള്ള പ്രചോദനമായി അത് തീരണം. നന്മയുടെ വക്താക്കളായി നിങ്ങൾ തീരണം. അതാണ് തഖ്വ. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള വിവരമുള്ള വിവേകമുള്ള മനുഷ്യരെ, നിങ്ങൾ എൻ്റെ കൽപ്പനകളാണ് ജീവിതത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് തഖ്വ സംശീകരിച്ചുകൊണ്ട് അതാണ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും
ഈ നന്മകൾ വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിൽപ്പെട്ട സുപ്രധാനമായ ഒരു അവസരമാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ള ഈ ദുൽഹജ്ജ് മാസത്തിലെ ഈ ദിവസങ്ങളിൽ പുണ്യങ്ങൾ കരസ്ഥമാക്കാനുള്ള ഈ നേരത്തെ പറഞ്ഞ ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ പുണ്യങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുക. റബ്ബ് തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസങ്ങളിലെ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദിവസത്തിലെ അറഫാത്ത് നോമ്പ് നോൽക്കുവാനും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയിൽ പങ്കെടുക്കുവാനും അതിലെ പുണ്യങ്ങൾ കരസ്ഥമാക്കുവാനും ഒക്കത്തിലുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും അല്ലാഹു നമുക്കെല്ലാവർക്കും സൃഷ്ടിച്ച് തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു ഈ ദിവസങ്ങളുടെ മഹാത്മ്യം കൊണ്ട് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാവട്ടെ. രോഗങ്ങൾ വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബ് തആല ശിഫയും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഫുല്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.